ഈ ഒരു വിഷയം പറയുന്നതിന് മുമ്പേ നമുക്കൊരു പ്രാർത്ഥനയെ കൂടെ തുടങ്ങാം. അതാണല്ലോ എല്ലാത്തിനും നല്ലത് അല്ലേ? ഒരു മിനിറ്റ്, ഈ പൂജയും കാര്യങ്ങളൊക്കെ എന്തിനാന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതും കൂടെ ഈ സ്വാമിജി പറഞ്ഞു തരുന്നു കേട്ടോ. वर्ल्ड में जहां भी हिंदू हैं उनकी सुरक्षा के लिए उन्होंने संकल्प लिया है. അത്രേ ഉള്ളൂ സംഭവം. അമേരിക്കയിലെ ഹിന്ദുക്കൾക്കും ഇന്ത്യയിലും ബാക്കി ലോകത്തുള്ള ഹിന്ദുക്കൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് അണ്ണൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള ധാരണയിലാണ് നമ്മൾ പണ്ട് പൂജ ചെയ്തതും നമ്മൾ മേരെ ഫ്രണ്ടായിട്ട് കൊണ്ടു നടന്നതും. എല്ലാത്തിനും കൂടെ മൂഞ്ചി തെറ്റി അണ്ണാക്കിൽ അടിച്ചു തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്. ഏതായാലും ഫ്രണ്ടിന്റെ പുതിയ തീരുമാനങ്ങളിലോട്ട് നമ്മൾ ഇനി കിടക്കുകയാണ്. അതായത് ഇന്ത്യക്ക് 50% പകരം തീരുവയാണ് നമ്മുടെ ഫ്രണ്ട് മോദിജിക്ക് സമ്മാനമായിട്ട് കൊടുത്തത്. കഴിഞ്ഞ ജൂലൈ 31 വരെ നമ്മുടെ ഈ ടോട്ടൽ തീരുവ എന്ന് പറയുന്നത് നമ്മുടെ കയറ്റുമതി തീരുവ 25% ആയിരുന്നു. അതിനിപ്പോൾ നമ്മൾ റഷ്യന്ന് നമ്മുടെ എന്താ പറയാ അത് വാങ്ങിക്കുന്നതുകൊണ്ട്, പെട്രോളിയം വാങ്ങിക്കുന്നത് കൊണ്ട് ആ തീരുവ 25% കൂടെ കൂട്ടിയിട്ട് മൊത്തം 50% ഉണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പെട്രോളിയം, അത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുന്ന 37-38% നമ്മൾ വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. അവിടെ നിന്നാണ് നമ്മുടെ പെട്രോളിയം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം ഈ വാങ്ങിക്കുന്നത് ഇപ്പം ഏകദേശം 40% ആയിട്ടുണ്ട്. അപ്പം ഇത്രയും നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അത്രയും പൈസ അവർക്ക് കൊടുത്തിട്ടാണല്ലോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വാങ്ങിക്കുന്നത് അല്ലേ? ഈ പെട്രോളിയം മൊത്തം നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കുന്നത് അത്രയും നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഈ പൈസ വെച്ചിട്ടാണ് റഷ്യ ഉക്രൈനിൽ ബോംബിടുന്നത് എന്നാണ് നമ്മുടെ ട്രംപ് അണ്ണൻ പറഞ്ഞത്. അപ്പൊ ട്രംപ് അണ്ണനെ സംബന്ധിച്ച് ഉക്രൈൻ സ്വന്തം ആളുകളും റഷ്യ മറുഭാഗത്ത് നിൽക്കുന്ന ആളുകളായിട്ട് അങ്ങനെ റഷ്യനെ നിങ്ങൾ സഹായിക്കേണ്ട, നമ്മൾ സമ്മതിക്കില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25% ഇങ്ങോട്ട് അവിടേക്ക് നമ്മൾ സാധനങ്ങൾ അമേരിക്കയിലേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ 25% ടാക്സ് എടുക്കുന്നതിന് ഞങ്ങൾ 50% എടുക്കുന്നതാണ് നമ്മുടെ ട്രംപ് അണ്ണൻ സിമ്പിളായിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മൊത്ത കണക്കെടുത്ത് നോക്കാം. അതായത് നമ്മുടെ ഇന്ത്യ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഏഷ്യയിലെ 3-4 കൺട്രികൾ റഷ്യൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പെട്രോളിയം വാങ്ങിക്കുന്നുണ്ട്. അതിൽ നമ്മളെ ഇന്ത്യ വാങ്ങിക്കുന്നത് 37%, അതിപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 40% അടുത്തെത്തിയിട്ടുണ്ട്. ചൈന വാങ്ങിക്കുന്നുണ്ട് റഷ്യൻ്റെ കയ്യിൽ നിന്ന് 47% പെട്രോളിയം വാങ്ങിക്കുന്നത്, പെട്രോളിയം ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം ചൈന വാങ്ങിക്കുന്ന 47%, നിങ്ങൾ ആലോചിക്കണം. ഇന്ത്യ 38% വാങ്ങിക്കുന്നുള്ളൂ. മറ്റ് യൂറോപ്യൻ യൂണിയനിൽ എല്ലാവരും കൂടെ ഒരു 6%, പിന്നെ നമ്മുടെ നാട്ടിലെ പാകിസ്ഥാനും ഇവരൊക്കെ കുറച്ചൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇവരാരും വാങ്ങിക്കുന്നില്ല എന്ന് പറയുന്നില്ല. ഇങ്ങനെ വാങ്ങിക്കുമ്പം ട്രംപ് ആണ് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഇത്രയും നിങ്ങൾ എന്തിനാണ് വാങ്ങിക്കുന്നത്? നിങ്ങൾ വാങ്ങിക്കേണ്ടത് നിങ്ങൾ ഇന്ത്യ അടുത്ത് നിന്ന് വാങ്ങിച്ചോളി, അമേരിക്കൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം, അതല്ലെങ്കിൽ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ വാങ്ങിക്കാൻ. എന്തുകൊണ്ടാണ് നമ്മൾ റഷ്യൻ്റെ അടുത്ത് തന്നെ വാങ്ങിക്കുന്നത്? നമുക്ക് കുറഞ്ഞ പൈസക്ക് ആ സാധനം കിട്ടുന്നത്. നമ്മളിപ്പോൾ 10 കട ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പൈസക്ക് നമ്മൾ സാധനം കിട്ടുന്നത് നമ്മൾ പോയി വാങ്ങിക്കും. അങ്ങനെയാണ് നമ്മൾ റഷ്യൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പക്ഷേ ട്രംപ് അണ്ണൻ അത് പിടിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇനി നമുക്ക് 50% തീരുവ വെച്ച സമയത്ത് ചൈനക്ക് ഇപ്പോഴും 34% ഉള്ളൂ. ഈ ചൈന റഷ്യൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ റഷ്യ അത് അവിടെ കൊണ്ട് ഉക്രൈനിൽ പൊട്ടിക്കുമ്പോഴും ഒന്നും പ്രശ്നമില്ല. ഇന്ത്യ പൊട്ടിക്കുമ്പം നമ്മുടെ ട്രംപ് അണ്ണൻ സഹിച്ചില്ല. കാരണം നമ്മുടെ മോദിജി മേരാ ഫ്രണ്ട്, മേരാ ദോസ്ത്, ഇന്ത്യക്കാ ഫ്രണ്ട്, ഹമാരാ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടന്നതല്ല. അപ്പം ട്രംപ് അണ്ണന് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ല. ഇനി വേറെ കുറച്ച് കണക്ക് കൂടെ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ടോട്ടൽ കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വാങ്ങിക്കുന്ന കണക്ക്. ഇനി ഈ പറഞ്ഞ ട്രംപ് അണ്ണൻ ഈ തീരുവ ഉണ്ടല്ലോ, തീരുവ നമ്മൾ 50% ആക്കി. 25 കഴിഞ്ഞ മാസം 25 ഓഗസ്റ്റ് 31 ആകുമ്പോഴേക്കും നമ്മൾ 50% നമ്മൾ തീരുവ അടയ്ക്കണം. അതായത് ഞാൻ ഇവിടുന്ന് ഒരു സാധനം അമേരിക്കയിലേക്ക് 100 രൂപേൻ്റെ സാധനം അമേരിക്കയിലേക്ക് അയച്ചു. അങ്ങനെ അയക്കുമ്പോൾ ആ സാധനം അവിടെ എത്തി വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും 150 റുപ്യ വരും. നമുക്കിവിടെ 100 റുപ്യക്ക് അയച്ച സാധനം അവിടെ എത്തുമ്പോൾ 150 റുപ്യ. അതേ സ്ഥാനത്ത് മറ്റൊരു രാജ്യം നമ്മളിപ്പം പാകിസ്ഥാൻ എടുത്തോളൂ, പാകിസ്ഥാനും അങ്ങോട്ട് അയക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഈ പറഞ്ഞ സാധനം 100 രൂപയുടെ സെയിം സാധനം ഇപ്പം നമ്മളൊരു ചെരുപ്പ് അയച്ചു അങ്ങോട്ട്, അവിടെ 150 ആയി. പാകിസ്ഥാൻ ഈ സെയിം സാധനം 100 രൂപയുടെ സാധനം അവിടെ അയക്കുമ്പം അവർക്ക് 19% തീരുവുള്ളൂ, അതായത് 119 രൂപയുള്ളൂ. അപ്പം എന്ത് ചെയ്യും? ആൾക്കാർ ആ സാധനം വാങ്ങിക്കും. എന്താ വില കുറവാതിനാണ്, സെയിം സാധനമാണ്. അപ്പം ഇന്ത്യയുടെ കയറ്റുമതി അങ്ങോട്ടുള്ളത് കുറയും. ഇതാണ് നമുക്ക് എഫക്റ്റ് ചെയ്യാൻ പോണ സംഭവം. ഇനി ഇന്ത്യക്ക് 50% ആകുന്ന സമയത്ത് പാകിസ്ഥാന് 19% മാത്രമേ തീരുവുള്ളൂ. അതേ സ്ഥാനത്ത് അഫ്ഗാനിസ്ഥാൻ ഒരു സാധനം അങ്ങോട്ട് അയച്ചാൽ ആരാണ് അഫ്ഗാനിസ്ഥാൻ ആലോചിക്കണം? അമേരിക്ക ബോംബിട്ട് തീർത്ത താലിബാന്റെ നമ്മുടെ സ്വന്തം ഉസാമ ബിൻ ലാദന്റെ സ്ഥലം. അതൊക്കെ ഉണ്ടായിട്ടും അവർക്ക് ഇപ്പോഴും 15% തീരുവയുള്ളൂ. ഇനി പോട്ടെ, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എന്താ അവസ്ഥ ഇപ്പോൾ അവിടുത്തെ എന്നുള്ളത്. അവിടേക്കും 20% തീരുവ കൊടുത്താൽ മതി. അവർ ബംഗ്ലാദേശിന്റെ തുണിത്തരങ്ങൾ ഏറ്റവും കൂടുതൽ വേൾഡ് മൊത്തം പോകണമെന്ന് നമുക്കറിയാം. ലെതറും തുണിയും സിൽക്കും കുറേ കാര്യങ്ങൾ അവരയക്കുമ്പോൾ അവർക്ക് 20% കൊടുത്താൽ മതി. അതുപോലെ ശ്രീലങ്ക, അതായത് നമ്മുടെ നിയറസ്റ്റ് കൺട്രീന്ന് പറയട്ടോ, ശ്രീലങ്ക അങ്ങോട്ടൊരു സാധനം അയക്കുമ്പോഴും 20% കൊടുത്താൽ മതി. ചൈന ഒരു സാധനം അയക്കുമ്പോൾ 34% കൊടുത്താൽ മതി. ഇന്ത്യ ഇതേ സാധനം അങ്ങോട്ട് അയക്കുമ്പോൾ 50% കൊടുക്കണം. ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ
റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായില്ല ഒരു ടേംസ്. ഇനി അതൊക്കെ പോട്ടെ. ഇനി 2024-25 കാലഘട്ടങ്ങളിൽ നമ്മളും അമേരിക്കയും തമ്മിൽ നടന്ന മൊത്ത വ്യാപാരം, നമ്മൾ അങ്ങോട്ട് അയച്ചത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്, അതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നമുക്ക് ബാക്കി വരുന്ന നമ്മുടെ മൊത്ത വ്യാപാരം എത്ര ഉണ്ട് എന്ന് നോക്കാം. 2024 സാമ്പത്തിക വർഷം എടുത്തു കഴിഞ്ഞാൽ മൊത്ത വ്യാപാരം നടന്നത് $118.4 ബില്യൺ കേട്ടോ. $118.4 ബില്യൺ. അതിൽ ഇന്ത്യയുടെ കയറ്റുമതി വരുന്നത് 77.5 ബില്യൺ. ഇന്ത്യ അത്രയും അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഇന്ത്യ അവിടെ നിന്ന് ഇങ്ങോട്ട്, അമേരിക്കയിൽ നിന്ന് കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുന്നത് 40.7 ബില്യണാണ്. ഇത് രണ്ടും കൂടെ കൂട്ടി കുറച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ മെച്ചം വരുന്നത്, നമ്മുടെ വ്യാപാരത്തിന്റെ മെച്ചം വരുന്നത്, നമുക്ക് കിട്ടുന്ന ഇതിന്റെ പ്രോഫിറ്റ് വരുന്നത്, നമുക്ക് തിരിച്ചു കിട്ടുന്നത് അത് തന്നെ 36.8 ബില്യൺ. ഇതാണ് 2024 കണക്ക്. നോക്കിയാണെങ്കിൽ നമ്മുടെ മെച്ച വ്യാപാരം, നമ്മുടെ ടോട്ടൽ വരുന്ന മൊത്ത വ്യാപാരത്തിന്റെ മെച്ച വ്യാപാരം എന്ന് പറഞ്ഞാൽ 36.8 ബില്യണാണ്. അത് 2025 ആയപ്പോഴേക്കും എത്രയായി? മൊത്ത വ്യാപാരം 131 കൂടി. 118 ഉള്ളത് 131.84 ബില്യണായി. അതിൽ ഇന്ത്യയുടെ കയറ്റുമതി അവിടെ 77 ഉള്ളത് ഇവിടെ 86 ആയി. വീണ്ടും നമ്മൾ കയറ്റുമതി കൂട്ടി. അതേ സ്ഥാനത്ത് ഇന്ത്യയുടെ ഇറക്കുമതി അവിടെ 38 ഉള്ളത് ഇവിടെ 45 ബില്യണായി. വ്യാപാരത്തിന്റെ മൊത്തം മെച്ചം നമുക്ക് എത്രയുണ്ട്? 41.18 ബില്യണാണ് നമ്മുടെ മെച്ചം വരുന്നത്. ഇത്രയും വലിയൊരു കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട് ഓരോ കൊല്ലങ്ങളിലും. ബില്യണാട്ടോ, മില്യണല്ല, ബില്യണാണ്. 41.18 ബില്യന്റെ മെച്ചം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ തീരുവ അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയറ്റുമതി അങ്ങോട്ട് കുറയും. എന്താ, നമ്മുടെ സാധനത്തിന് അവിടെ വില ഇല്ലാണ്ട് വരും. വില ഇല്ലാണ്ടെന്നല്ല, വില കൂടുന്നത് കൊണ്ട് ആൾക്കാർ വേണ്ടാന്ന് വെക്കും. അതേ സാധനം മറ്റ് കൺട്രിയിൽ നിന്ന് കിട്ടുമ്പോൾ, നമുക്ക് ചൈനയുടെ സാധനം വില കുറവ്, നമ്മളത് പോയി വാങ്ങിക്കാറുണ്ട്. അതേ സ്ഥാനത്ത് സെയിം സാധനം, ഒരു സെയിം ക്വാളിറ്റി ഒക്കെ ഉള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ വില കൂടും. നമ്മളെപ്പോഴും കുറച്ച് വില കുറഞ്ഞ സാധനങ്ങളെ പോയി വാങ്ങിക്കും. അപ്പോൾ ഇന്ത്യയുടെ കയറ്റുമതിയിൽ അത് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊത്ത വ്യാപാരത്തിൽ, നമ്മുടെ അമേരിക്കയിലുള്ള വ്യാപാരത്തിൽ അത് കുറവ് വരും. അങ്ങനെ കുറവ് വന്നാൽ പിന്നെയുള്ള പ്രശ്നം എന്താണ്? നമ്മുടെ മൊത്തം GDPനെയും എല്ലാത്തിനും ഇത് പോയി എഫക്റ്റ് ചെയ്യും. ഇതാണ് ട്രംപിന്റെ കളി. ട്രംപിന് നല്ലപോലെ അറിയാം, നമ്മൾ ഓരോ കൊല്ലത്ത് നമ്മുടെ മൊത്ത വ്യാപാരം ഇത്രയും ബില്യൺസ് ഉണ്ട്, അതിൽ വരുന്ന പ്രോഫിറ്റ് മൊത്തത്തിൽ കുറയും. അത് നമുക്കൊരു അടിയാണെന്നുള്ളത് നല്ല വ്യക്തമായിട്ട് നമ്മുടെ ട്രംപ് അണ്ണനെ അറിയുന്നത് കൊണ്ടാണ് ട്രംപ് ഈ ഒരു പണി ഇപ്പം നമുക്കിട്ട് തന്നത്. അപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് നമ്മളെ മാധ്യമങ്ങളിലൊക്കെ ഇന്ത്യ മുട്ടുകുത്തുന്നില്ല. കാരണം US മുമ്പിൽ മുട്ടുകുത്തേണ്ട കാര്യമില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഇത് പിടിച്ചു നിൽക്കണം. നമ്മുടെ ടോട്ടൽ മൊത്ത വ്യാപാരത്തിന് അത് എഫക്റ്റ് ചെയ്താൽ നമ്മൾ പിടിച്ചു നിൽക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കുറേ കാര്യത്തിന് അമേരിക്കയിൽ ഡിപ്പെൻഡഡ് ആയി പോയിട്ടുണ്ട് കുറച്ച് കൊല്ലങ്ങളായിട്ട്. അത് പോയപ്പോൾ തന്നെ അന്നൊക്കെ നമ്മൾ ഫ്രണ്ട് എന്നും പറഞ്ഞിട്ട് ഇയാളെയും കൊണ്ട് നടന്നിട്ട് മോദിജി കെട്ടിപ്പിടിച്ച് സകലമാന ഗ്രൗണ്ടുകളിലും കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അന്നത്തെ വലിയ എന്തൊക്കെയായിരുന്നു. മോദിജി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, കാല് തൊടുന്നു, ഭയങ്കരമായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിലെ സംഘികളൊക്കെ കിടന്ന് കൊരച്ചിരുന്നു. ഇവിടെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും ജയിച്ചു വരാൻ വേണ്ടിയിട്ട് 2021 കഴിഞ്ഞ് 2020 കഴിഞ്ഞ് 2024 വന്നപ്പം ജയിക്കാൻ വേണ്ടി പൂജ ചെയ്യുന്നു, ഉമ്മ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. മോദിജി സ്വയം പോയിട്ടായിരുന്നു മറ്റേ ഇന്ത്യയിലത്തെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മോദിജി ഇങ്ങനെ ക്യാമ്പിങ് ചെയ്യാറില്ല. നേരിട്ടുള്ള ക്യാമ്പിംഗ് ആയിരുന്നു. മൊത്തത്തിൽ ക്യാമ്പിംഗ് ഒക്കെ ചെയ്ത് സുഖിപ്പിച്ച് അയാളെ കൊണ്ട് അവിടെ കൊണ്ടിരുത്തി മൊത്തം പഞ്ചറായിട്ട് ആയിലടിച്ചപ്പോൾ കിട്ടുകയും ചെയ്തു. ഇതാണ് ഈ പറഞ്ഞ തീരുവ എന്ന് പറഞ്ഞ സംഭവം. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഉക്രൈൻ അങ്ങോട്ട് അല്ലെങ്കിൽ റഷ്യൻ അങ്ങോട്ട് സഹായിച്ചിട്ട് റഷ്യ ഉക്രൈനിൽ ബോംബിടുന്നുണ്ടല്ലോ ടെൻഷൻ കൊണ്ട് മാത്രമാണെന്ന്? ഒരിക്കലുമില്ല. മറ്റു പല കാര്യങ്ങളും, ഓപ്പറേഷൻ സിന്ദൂർ അടക്കം, പെഹൽഗാമിലെ സംഭവം അടക്കം, ഓപ്പറേഷൻ സിന്ദൂർ അടക്കം ആ ഒരു സീസ് ഫയർ മുതൽ 8ന്റെ പണി നമുക്ക് ട്രംപ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. 28 സ്ഥലങ്ങളിലാണ് ട്രംപ് പോയി പറഞ്ഞത് ട്രംപാണ് യുദ്ധം നിർത്തിയത്. നമ്മുടെ മോദിജി അവിടെ നിൽക്കട്ടെ. നമ്മുടെ രാഷ്ട്രത്തലവന്മാരും ബാക്കിയുള്ളവർ എന്താ പറഞ്ഞത്? മറ്റൊരു രാജ്യങ്ങളും ഇതിൽ ഇടപെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നേരിട്ട് മോദിനോട് മുഖത്ത് നോക്കി ആൾക്കാർ ചോദിച്ചു, അല്ല നിങ്ങളുടെ വാ കൊണ്ടൊന്ന് പറയോ ട്രംപ് ഇടപെട്ടിട്ടില്ല എന്ന്? അത് പറയില്ല. അപ്പം എന്ത് ചെയ്ത് മോദിജി വേഗം വെള്ളം കുടിച്ച്. പണ്ട് ഗുജറാത്തിന്റെ കാര്യം കരൺ താപ്പർ മറ്റത്തിലല്ല ചോദിച്ചിരുന്നത്, ഏതായിരുന്നു BBC ആയിരുന്നോ? ഒരു ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ചില കാര്യങ്ങൾ വെള്ളം കുടിച്ച് ഇന്റർവ്യൂ നിർത്തി പോയ ആളാണ് മോദിജി. അതിനുശേഷം ഒരു ചോദ്യം വരുമ്പോൾ വെള്ളം കുടിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് അല്ല, ഡൊണാൾഡ് ട്രംപ് അല്ല സീസ് ഫയർ പറഞ്ഞത് അല്ലെങ്കിൽ ഇത് ഇടപെട്ടതെന്ന് പറയണമെന്ന് പറഞ്ഞപ്പം നമ്മുടെ മോദിജി വെള്ളം കുടിച്ചിട്ടാണ് അതിനുള്ള മറുപടി തന്നത്. അപ്പം തന്നെ നമുക്ക് വ്യക്തമാണ് എന്താണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ട്രംപ് ഇങ്ങനെ ഈ പറഞ്ഞ നൊബേൽ പ്രൈസും ഒക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് ഇപ്പം ട്രംപിനെ നമ്മൾ ഇലക്ഷന് വേണ്ടിയിട്ട് എങ്ങനെയാണോ മോദിജി സപ്പോർട്ട്, അതുപോലെ തന്നെ വീണ്ടും ഈ നൊബേൽ പ്രൈസിനും കൂടെ വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ നമ്മുടെ മോദിജി ചെയ്യും. ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടക്കാണ് യുദ്ധം വരുന്നത്. ഇനിയിപ്പോൾ പുള്ളി തന്നെ ആയിരിക്കും ചിലപ്പോൾ സീസ് ഫയറിന് ഇടപെട്ടതും. അത് മോദിജിക്ക് ക്ഷീണമാവുന്നതുകൊണ്ട് മോദിജി ഇത് പറയുന്നുമില്ല. എവിടെയും തൊടാണ്ട് പ്രതിപക്ഷം ബാക്കി നാട്ടിലെ ആൾക്കാരും ചോദിക്കുമ്പോൾ മറ്റാരും ഇടപെട്ടിട്ടില്ല, എവിടെയും തൊടാത്ത ഉത്തരവും പറയും. ട്രംപിന്റെ പേരായിട്ട് പറയുന്നുമില്ല. എല്ലാം കൂടെ ആയപ്പം ട്രംപിനങ്ങോട്ട്
കലി കൊണ്ട് ട്രംപ് പരിപാടി ചെയ്തു. അതിപ്പോൾ നമുക്ക് ഈ തീരുവയുടെ ഫോമിൽ നമുക്ക് ഇങ്ങോട്ട് അടിച്ച് കിട്ടുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഉള്ളത്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ അത് കേൾക്കുന്നവർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, എന്താണ് തീരുവ, എന്താണ് പെർസെൻറ്റേജ്, ഏഷ്യയിൽ എത്ര രാജ്യങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്, തിരിച്ച് എത്ര രാജ്യങ്ങളുടെ മേലെ അമേരിക്ക എത്രത്തോളം പെർസെൻറ്റേജ് തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇതിലേറ്റവും മൂഞ്ചി തെറ്റിയത് നമ്മളാണ് എന്നൊക്കെ ഉള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും അല്ലേ.